ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പുറത്തിറങ്ങിയതാണ് ഞങ്ങൾ. പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ എവിടെയെങ്കിലും ദൂരത്തേക്ക് പോയി തിരികെ വരാം എന്നായി ആലോചന. സത്യമംഗലം വഴി മൈസൂര് പോകാനായി അവസാനം തീരുമാനിച്ചു. ഈ അൺപ്ലാൻഡ് ട്രിപ്പിൽ ഞങ്ങൾക്കുണ്ടായ വെല്ലുവിളി എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് മാറാനുള്ള ഡ്രസ്സോ മൊബൈൽ ചാർജറുകളോ 2 ഹെൽമറ്റോ ഞങ്ങൾ കരുതിയിരുന്നില്ല. പിന്നീട് പോകുന്ന വഴി ഒരു ഷോപ്പിൽ നിർത്തി കുടിക്കാനുള്ള വെള്ളം, കുറച്ച് സ്നാക്സും മോളൂസിനൊരു ക്യാപ്പും വാങ്ങി യാത്ര തുടർന്നു. സത്യമംഗലം എത്തിയതോടെ മൊബൈലിലെ ചാർജ് തീർന്നു. പിന്നീട് അങ്ങോട്ട് വീഡിയോ എടുക്കാനാകാതെ 27 ഹെയർപിന്നും താണ്ടി ഫോറസ്റ്റിലൂടെ 4:30 മൈസൂർ എത്തിച്ചേർന്നു. ഫോറം മാളിൽ കയറി കുറച്ച് ഡ്രസ്സും പർച്ചേസ് ചെയ്ത് 5 മണിയോടെ ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അന്നത്തെ ദിവസം ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് രാവിലെ 9 മണിയോടുകൂടി ചെക്ക് ഔട്ട് ചെയ്ത് ആദ്യം പോയത് ബഡ ചർച്ചിലേക്കാണ്. സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ എന്ന ഈ ചർച്ച് മൈസൂർ മഹാരാജാവ് ഫാദർ ലൂയിസ് പിന്നെ കുറച്ച് വിശ്വാസികളും ചേർന്ന് സമാഹരിച്ച ഡൊണേഷനിൽ നിന്ന് 1933 നിർമ്മിച്ചത്. ചർച്ചിൽ നിന്ന് അടുത്തുള്ള പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ അടിച്ച് ഞങ്ങൾ പാലസിലേക്ക് യാത്ര തിരിച്ചു. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂരു അറിയപ്പെടുന്നത്. മൈസൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇതാണ്. വാഡിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായി. നാം ഇന്നു കാണുന്ന കൊട്ടാരത്തിൻ്റെ നിർമ്മാണം 1897 ആരംഭിക്കുന്നത്. 1912 ഇതിൻ്റെ പണി പൂർത്തിയായി. 1940-കളിൽ ഈ കൊട്ടാരം വീണ്ടും വിസ്തൃതമാക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. കൊട്ടാരത്തിനകത്ത് ചിത്രീകരണം അനുവദിച്ചിട്ടില്ല. ഇന്ത്യൻ സഞ്ചാരികളിൽ നിന്ന് 100 രൂപ പ്രവേശന തുകയായി ഈടാക്കുമ്പോൾ വിദേശീയരിൽ നിന്ന് 200 രൂപയാണ് ഈടാക്കുന്നത്. കൊട്ടാരത്തിനകത്ത് പാദരക്ഷകളും അനുവദിച്ചിട്ടില്ല. എല്ലാ വർഷവും ശരത്കാലത്ത് നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ്. ഇവിടത്തെ കുക്കായ കാകസുര മാടപ്പയാണ് മൈസൂർ പാക്ക് എന്ന പലഹാരം ആവിഷ്കരിച്ചത്. പിന്നീട് 1897 പുതിയ കൊട്ടാരം നിർമ്മിക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കുന്നത്. ശേഷം കൃഷ്ണരാജേന്ദ്ര വോഡയാർ 4-ാമൻ്റെ കാലത്ത് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായിരുന്ന ഹെൻറി ഇർവിങ്ങാണ് കൊട്ടാരം നിർമ്മിക്കുന്നത്. നീണ്ട 15 വർഷങ്ങളെടുത്ത് 1912 ഇന്ന് കാണുന്ന മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. മാർബിളിൽ തീർത്ത അർദ്ധകുംഭങ്ങളോട് കൂടിയ 3 നില മന്ദിരമാണ് ഈ കൊട്ടാരം. വലിയൊരു ഉദ്യാനത്താൽ കൊട്ടാരം ചുറ്റപ്പെട്ടിരിക്കുന്നു. ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കൊട്ടാര സമുച്ചയത്തിൻ്റെ വാസ്തുശില്പി. കൊട്ടാരത്തിൻ്റെ ചിത്രപ്പണികൾ രവിവർമ്മയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇവിടെ തലയുയർത്തി നിൽക്കുന്ന മൈസൂർ കൊട്ടാരമല്ല യഥാർത്ഥ മൈസൂർ കൊട്ടാരം എന്ന കാര്യം അറിയുന്നു. വോഡയാർ രാജാക്കന്മാർ മൈസൂരിനെ കീഴടക്കുമ്പോൾ കോട്ടയ്ക്കുള്ളിൽ തടി ഉപയോഗിച്ച് ഒരു കൊട്ടാരം നിർമ്മിച്ചിരുന്നു അത്രേ. പലതവണ പുനർനിർമ്മാണത്തിന് വിധേയമായ ഈ കൊട്ടാരം ഒരിക്കൽ ജയലക്ഷ്മാനി എന്ന രാജകുമാരിയുടെ വിവാഹ സമയത്ത് കത്തിനശിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. മൈസൂരിൻ്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമാണ് വോഡയാർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയം. ഏകദേശം 400 കൊല്ലത്തിലധികം വോഡയാർ രാജാക്കന്മാരുടെ ഭരണം നീണ്ടുനിന്നു. ഇന്ത്യയിൽ ഇത്രയും ദീർഘകാലം രാജ്യം ഭരിച്ചിരുന്ന മറ്റൊരു രാജവംശം ഇല്ല എന്ന് തന്നെ പറയാം. ഇന്തോ സാസനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ അനുവർത്തിച്ചിരിക്കുന്നത്. ഹിന്ദു, രജപുത്ര, ഗോതിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇന്തോ സാസനിക് വാസ്തുവിദ്യ. നിരനിരയായി ഗ്രാനൈറ്റ് തൂണുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ദർബാർ ഹാൾ മൈസൂർ പാലസിൻ്റെ ഒരു പ്രധാന ആകർഷണമാണ്. പലതരത്തിലുള്ള ഡിസൈനുകളാൽ തീർത്തിരിക്കുന്ന മേൽക്കൂരയും നമുക്കിവിടെ കാണാം. അതോടൊപ്പം രാജാ രവിവർമ്മ വരച്ച ഓയിൽ പെയിൻറ്റിങ്ങുകളും കാണാം. കൂടാതെ ഒരു വിസ്തൃതമായ ബാൽക്കണിയും കാണാം. രാജാവ് തൻ്റെ മന്ത്രിമാരും സഭാംഗങ്ങളും ചേർന്ന് ഇവിടെ നിന്നാണ് സൈനികരുടെ പരേഡും ജനങ്ങളുടെ നൃത്തങ്ങളും മറ്റു പൊതുപരിപാടികളും വീക്ഷിക്കാറുള്ളത്. ദർബാർ ഹാളിൻ്റെ നിലയിൽ നിന്ന് മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള സ്റ്റെയർകേസിലൂടെ ഓരോ സ്റ്റെപ്പും എൻജോയ് ചെയ്ത് ഞങ്ങൾ പാലസിൽ നിന്ന് താഴേക്കിറങ്ങി.
മൈസൂർ കൊട്ടാര സമുച്ചയത്തിനകത്ത് ആകെ 12 ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പഴക്കമേറിയത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഏറ്റവും പുതിയത് 1953 നിർമ്മിച്ചതും. ഇത്രയും മനോഹരമായ പാലസ് കണ്ടു നിന്ന് സമയം പോയതറിഞ്ഞില്ല. ഇനി മൈസൂർ സൂവും കണ്ട് ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് കോയമ്പത്തൂർ എത്തിച്ചേരണമെന്നോർത്ത് പാലസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഏകദേശം 11-നും 11:15 ഇടയ്ക്ക് ഞങ്ങൾ പാലസിൽ നിന്ന് സൂവിലേക്ക് യാത്ര തിരിച്ചു. മൈസൂർ മൃഗശാല ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്ന പേരിലാണ്. പാലസിൽ നിന്ന് സൂ എത്തിയ ഞങ്ങൾ ബൈക്ക് പാർക്ക് ചെയ്തു. എൻട്രി ഫീ അഡൾട്ട്സിന് 100 രൂപ ആണ്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ സൂവിന് അകത്തേക്ക് കയറി. സൂവിന് അകത്തേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തരും സൂവിൻ്റെ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പേപ്പറോ ക്യാനുകളോ ബോട്ടിലുകളോ സൂവിനകത്ത് ഉപേക്ഷിക്കരുത്. ഉച്ചത്തിലുള്ള ശബ്ദങ്ങളുണ്ടാക്കി മൃഗങ്ങളെ ശല്യപ്പെടുത്തരുത്. ഫ്ലാഷ് ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു. ഇവയാണ് അവിടെയുള്ള നിയമങ്ങൾ. കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു വെളുത്ത മയിലിനെയാണ്. അതിനുശേഷം പലതരത്തിലുള്ള പക്ഷികളെയും കാണാം. ചിമ്പാൻസി, സിംഹവാലൻ, ഗൊറില്ല തുടങ്ങിയ പലതരം കുരങ്ങന്മാരെയും കണ്ട് നേരെ പോകുന്നത് സിംഹക്കൂട്ടിനടുത്തേക്കാണ്. അതിനുശേഷം ചീറ്റപ്പുലി, സീബ്ര, ആന, ചെന്നായ എന്നിവയും കാണാം. വളരെ വലിയ ഒരു ഹിപ്പോപ്പൊട്ടാമസും പലതരം മാനുകളും മാൻകുട്ടികളുടെ കുറുമ്പും കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ചായ, കാപ്പി, കുറച്ച് ലഘുഭക്ഷണങ്ങൾ, സ്നാക്സ് എന്നിവ കഴിക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. എന്തെങ്കിലും വാങ്ങിച്ചാൽ അത് മുഴുവനായും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമേ മുന്നോട്ട് പോകാൻ സെക്യൂരിറ്റി അനുവദിക്കുകയുള്ളൂ. വന്യമൃഗങ്ങളുടെ സെക്ഷൻ കഴിഞ്ഞാൽ കുറച്ച് റെപ്റ്റൈൽസ് ഉള്ള ഒരു സെക്ഷനും ഉണ്ട്. രാജവെമ്പാല, മൂർഖൻ, പെരുമ്പാമ്പ്, പലതരം ആമകൾ എന്നിവയും കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് ഏറ്റവും ഉയരം കൂടിയ ജീവിയായ ജിറാഫിൻ്റെ അടുത്തേക്കാണ്. 3-4 ജിറാഫുകൾ ഇവിടെയുണ്ട്. ജിറാഫിനെ കണ്ടു നിൽക്കാൻ നല്ല കൗതുകമാണ്. കയ്യിലുള്ള സ്റ്റിക്കർ ഒട്ടിച്ചു നൽകിയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ജിറാഫിൻ്റെ എതിരെയുള്ള കൗണ്ടറിൽ നൽകി ഡെപ്പോസിറ്റ് തുക കൈപ്പറ്റി സൂവിൽ നിന്ന് ഇറങ്ങാം. സൂവിനകത്തുള്ള കാഴ്ചകൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ ഫോണിലെ ചാർജ് വീണ്ടും തീർന്നു. അതോടെ തിരിച്ചു പോകുമ്പോഴും ഫോറസ്റ്റിലൂടെയുള്ള യാത്ര വീഡിയോ എടുക്കാനാകില്ല എന്നായി. ഏകദേശം 1:30 ഞങ്ങൾ സൂവിൽ നിന്നിറങ്ങി. ഈ വീഡിയോയിലൂടെ ഞങ്ങൾ തരുന്ന മെസ്സേജ് ഇതാണ്: 50 കിലോമീറ്ററിലധികം ദൂരമുള്ള ഒരു യാത്ര നന്നായി പ്ലാൻ ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ കരുതിയാൽ കുറേ കൂടി നല്ല രീതിയിൽ ട്രിപ്പ് എൻജോയ് ചെയ്യാം. ഫോറസ്റ്റിലൂടെയുള്ള യാത്രകൾക്ക് 4 വീലേഴ്സാണ് ഏറ്റവും നല്ലത്. നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടിയുടെ കണ്ടീഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയൊരിക്കൽ കൂടി നന്നായി പ്ലാൻ ചെയ്ത് മൈസൂരിലേക്ക് വിസിറ്റ് ചെയ്യുമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത തവണ ഈ വഴിയിലൂടെ ഞങ്ങൾ മൈസൂർ വരികയാണെങ്കിൽ തീർച്ചയായും സത്യമംഗലം കാട്, 27 ഹെയർ പിന്നുകൾ, ഞങ്ങൾ ഫുഡ് കഴിച്ച ഹോട്ടൽ, ദിമ്പം ഫോറസ്റ്റിലൂടെയുള്ള യാത്രയും സാധിച്ചാൽ കാണുന്ന മൃഗങ്ങളെയും വീഡിയോയിൽ പകർത്താനാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സൂവിൽ നിന്നിറങ്ങിയ ഞങ്ങൾ നേരെ ചെന്നത് ഒരു പെട്രോൾ പമ്പിലേക്കാണ്. സേഫ്റ്റിക്കായി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഞങ്ങൾ വന്ന വഴിയെ തിരിച്ച് യാത്ര ചെയ്തു. അവസാനം ദിമ്പം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു 4 മണിയോടെ മുൻപ് ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ തന്നെ വീണ്ടും ഭക്ഷണം കഴിച്ച് 4:30 27 ഹെയർ പിന്നും ഇറങ്ങി നേരെ തിരിച്ച് ഗണപതിയിലെ വീട്ടിലേക്ക്. സത്യമംഗലം കാട് കഴിഞ്ഞ് ഭണ്ണാരിയമ്മൻ ടെമ്പിൾ എത്തി. അത് കഴിഞ്ഞ് നേരെ സത്യമംഗലം ടൗൺ, പിന്നെ അണ്ണൂർ വഴി കോവിൽപ്പാളയത്ത് എത്തി. വണ്ടി കുറച്ചു നേരം നിർത്തി റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി ചായയും കുടിച്ച് വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു. വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് പരമാവധി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.